നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻ സ്പെയിൻ ഗോഡൌണിനാണ് തീപിടിച്ചത്. സേനയുടെ സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി. പട്ടികജാതി ക്ഷേമ സമിതി ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ട. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻ സ്പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ അറിയിച്ചു. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനിടെ സ്ഥാപനത്തിന്റെ താഴത്തെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തി. ഇത് തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. ഇതിനിടെ പെയ്ത മഴയും തീ പടരുന്നത് കുറയ്ക്കാൻ സഹായിച്ചു. പുറകെ പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തി. തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്ക് തീ പിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ആ ആശങ്ക ഒഴിവായി. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു. ഒടുവിൽ 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. അതേസമയം കൂടുതൽ പരിശോധനകൾക്കു ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂവെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നത് സർക്കാരിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ ഉദ്ദേശത്തോടെയാണ് 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ കൂടുതൽ വനിതകളെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതും 2017 വനിതാ സായുധ ബറ്റാലിയന് രൂപം നൽകിയതും. അതിന്റെ ഭാഗമായുള്ള റിക്രൂട്ട്മെന്റിൽപ്പെട്ടതാണ് ഇപ്പോൾ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ചും. ആധുനിക കാലത്ത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നവരാണ് പോലീസുകാരെന്നും സേനാംഗങ്ങളെ ഇതിന് പ്രാപ്തരാക്കുന്നതിൽ 9 മാസത്തെ പരിശീലനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെള്ളായണി സ്വദേശിനി PK ഗീതുവായിരുന്നു പരേഡ് കമാൻഡർ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി UV അനൂജ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറായി. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി MR ശ്രുതിയും മികച്ച ഷൂട്ടറായി J ദൃശ്യയും തിരഞ്ഞെടുക്കപ്പെട്ടു. പരേഡ് കമാൻഡറായ PK ഗീതു മികച്ച ഔട്ട്ഡോർ കേഡറ്റ്, ഓൾറൗണ്ടർ എന്നീ പുരസ്കാരങ്ങൾ നേടി. മേനംകുളം ആസ്ഥാനമായുള്ള വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് പരിശീലനം പൂർത്തിയാക്കി ഭാഗമാകുന്ന സേനാംഗങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരിയായ 40 പേരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ള 2 പേരും ബിരുദധാരികളായ 78 പേരും ബിടെക് ബിരുദധാരികളായ 13 പേരും BEd ബിരുദധാരിയായ 7 പേരും +2 യോഗ്യതയുള്ള 3 പേരും ഡിപ്ലോമ യോഗ്യതയുള്ള ഒരാളുമാണുള്ളത്.
സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ഇൻചാർജ് ഷഹൻഷാ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K. സേതുരാമൻ, മറ്റ് മുതിർന്ന പോലീസ് ഓഫീസർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ അതിനു പുറമെ ഡയറി സയൻസ്, ഫുഡ് ടെക്നോളജി കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇവർക്കെല്ലാം ഉപകാരപ്രദമാകും വിധമുള്ള ഓഡിറ്റോറിയമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഈ പദ്ധതികൾ വെറ്ററിനറി കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്തും അക്കാദമിക് രംഗത്തും മികവുറ്റ ചുവടുവയ്പായി മാറും. 2010 കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട കോടശ്ശേരി പഞ്ചായത്തിലെ വൈലാത്തറ സ്വദേശി സിനീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അന്വേഷണ വിധേയമായി നിയമ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ പ്രസിഡന്റ് VV ശശി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി PC മനോജ് സ്വാഗതം ആശംസിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PK കൃഷ്ണൻ, MC ഷാജു, PA മുരളി എന്നിവർ സംസാരിച്ചു. ആശുപത്രി അധികൃതരുടെ വീഴ്ച എന്ന നിലയിൽ ഞങ്ങൾ ആരോപിക്കുന്നത്, ഞങ്ങളുടെ ഈ സമരം ഒരു രാഷ്ട്രീയ സമരമല്ല. ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതിന്റെ കാരണക്കാരായ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്ന തികച്ചും ന്യായമായ ഉദ്ദേശമാണ് ഞങ്ങളുടെ ഈ സമരത്തിനുള്ളത്. കൊടകര ഫാർമേഴ്സ് ബാങ്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന്റെ പുറകുവശത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ആരംഭിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് നിർവഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം സജീഷ് തറയിൽ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ AJ രാജി, മാനേജിംഗ് ഡയറക്ടർ VD ബിജു, ഡയറക്ടർമാരായ MK ജോർജ് മാസ്റ്റർ, ഷേർലി ജോസ് എന്നിവർ സംസാരിച്ചു. എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇതിൻ്റെ ഔപചാരികമായി വളരെ ലളിതമായ ഒരു ചടങ്ങ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നീട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ വളരെ വിപുലമായ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു ലളിതമായ ചടങ്ങെന്ന രീതിയിൽ നാട മുറിച്ച് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരുടെയും അനുമതിയോടുകൂടി നാട മുറിക്കുകയാണായിട്ടുള്ള ഈ ബിൽഡിങ്ങിലേക്ക് വിടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ബാങ്കിൻ്റെ കാലത്തുമായിട്ടുള്ള 100 വർഷത്തോളം ആവുന്നു ഈ ബാങ്കിൻ്റെ ഒരു ചിരകാല സ്വപ്നം എന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗാണ്. ഇത് പൂർത്തീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും അതിൻ്റെ ഒരു പടിവാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ ഈ ബാങ്കിൻ്റെ കെട്ടിടം നേരത്തെ MD സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നിലനിന്നിരുന്ന ഈ സ്ഥാപനം കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങളോടുകൂടി മാറുകയാണ്. എല്ലാവരും വരുമ്പോൾ പറയുന്ന ഒരു പരാതി, ഇത്രയും പാരമ്പര്യമുള്ള ബാങ്കിന് പറ്റിയ ഒരു ഓഫീസോ ഒരു കെട്ടിടമോ ഇല്ലെന്നുള്ളതായിരുന്നു. അപ്പോൾ ആ പരാതി നമ്മളിവിടെ ഭാഗികമായി പരിഹരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും, ഡയറക്ടർമാരെ ആയാലും ജീവനക്കാരായാലും, ഇത് കഴിഞ്ഞ മാസം നമ്മൾ ഷിഫ്റ്റിംഗ് ആലോചിച്ചതാണ്. പക്ഷേ പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ട. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനു സമീപം പ്രവർത്തിക്കുന്ന ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിലാണ് ചത്ത നിലയിൽ തേരട്ടയെ കണ്ടെത്തിയത്. പുതുക്കാട് കേരള ബാങ്കിലെ ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ വാങ്ങിയ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പരിപ്പുവടയിൽ നിന്നാണ് തേരട്ടയെ കിട്ടിയത്. ഉടൻ തന്നെ ബാങ്ക് ജീവനക്കാർ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R രാജേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 4 പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഹെൽത്ത് കാർഡ് ഉള്ളതെന്നും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന കടയിൽ വൃത്തിഹീനമായ രീതിയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രൂപത ആസ്ഥാനത്ത് സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, മോൺസിഞ്ഞോർ ജോളി വടക്കൻ, ഫാദർ ലിജോ കോങ്കോത്ത്, PRO ജോസ് തളിയത്ത്, വിവിധ പ്രസ് ക്ലബ്, പ്രസ് ഫോറം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. രൂപതയുടെ
ഇടവകകളെക്കുറിച്ച്, രൂപതയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച്, രൂപതയുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, രൂപതയിലെ സംഘടനകളെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയിപ്പുകൾ നൽകുന്നതും. നിങ്ങളുടെ റിപ്പോർട്ടുകൾ ഏറെ പ്രശംസനീയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രൂപതാ ഭവനത്തിലെ, ഈ രൂപതാ കൂട്ടായ്മയിലെ നല്ല സപ്പോർട്ടേഴ്സാണ്, നല്ല കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആദരിക്കേണ്ടത് രൂപതയുടെ കടമയാണ് എന്നുകൊണ്ട് തന്നെയാണ് 2010 മുതൽ ഇപ്രകാരമുള്ളൊരു ഒത്തുകൂടൽ. ഇന്ന് മഴ ദിവസമാണ്. ഈ ദിവസങ്ങളിലൊക്കെ മഴയുടെ നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുകയും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു നമ്മൾ ഓരോരുത്തരും. പക്ഷെ എങ്കിലും സമയം കണ്ടെത്തി ഇവിടെ എത്താൻ നിങ്ങൾ കാണിക്കുന്ന ത്വര, ഇത് എത്രമാത്രം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പ്രസക്തി ഉള്ളതാണ് എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു കാര്യമാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ദീക്ഷാരം 2025 സംഘടിപ്പിച്ചു. കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കോളേജ് പ്രൊട്ടക്ഷൻ ഫോറം പ്രതിനിധി കൊടകര പോലീസ് സ്റ്റേഷൻ ASI ആഷ്ലി ജോൺ റാഗിംഗ് വിരുദ്ധ, ലഹരി വിരുദ്ധ ക്യാമ്പസുകൾ ഉണ്ടാക്കുന്നതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്ത് നെക്സ്റ്റ് ജനറേഷൻ പ്രൊഫഷണൽസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കോളേജ് മാനുവലിന്റെ പ്രകാശനം മോൺസിഞ്ഞോർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ, ഡീൻ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ VJ തോമസ്, ഡീൻ ഓഫ് അക്കാഡമിക്സ് ഡോക്ടർ ഷീബ MB, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് J എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. എപ്പോഴാണ് ഒരപ്പനും അമ്മയും വയസ്സാകുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഇതാണ്: എപ്പോഴാണോ എൻ്റെ മകൻ, എൻ്റെ മകള് എന്നോട് പറയുന്നത് അമ്മ എൻ്റെ കൂടെ വരണ്ട, അപ്പൻ എൻ്റെ കൂടെ വരണ്ട എന്ന് എൻ്റെ മകനും മകളും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെ ഉണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നവരാണ്, അവരുടെ കൈപിടിച്ച് നടന്നിരുന്നവരാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി മച്ചുവേർഡ്. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം CPI അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും റവന്യൂ മന്ത്രിയുമായ അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല വിജയകുമാർ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സുധീഷ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിന്റെ സെക്രട്ടറിയായി CU പ്രിയനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി PM നിക്സണെയും തിരഞ്ഞെടുത്തു. രാഷ്ട്രീയ പ്രമേയമായ എല്ലാവർക്കും രാഷ്ട്രീയ പ്രമേയത്തിൽ അഭിപ്രായം പറയാൻ പറ്റുമെങ്കിലും പാർട്ടിയുടെ ഘടകങ്ങൾ റാഞ്ചും ലോക്കൽ കമ്മിറ്റിയും മണ്ഡല കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പ്രത്യേകമായി യോഗം രാഷ്ട്രീയ പ്രമേയം അഭിമുഖീകരിച്ച് അക്കാര്യത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് വേണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,305 രൂപ, പവന് 74,440 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻ സ്പെയിൻ ഗോഡൌണിനാണ് തീപിടിച്ചത്. സേനയുടെ സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി. പട്ടികജാതി ക്ഷേമ സമിതി ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്ററിലെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ട. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ബേക്കറി അടപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.